കനത്ത ചൂടിന് ശമനമായി സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ രാത്രി മുതൽ മഴ തകർത്തു പെയ്യുകയാണ്. ഇന്ന് 2 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. തിങ്കളാഴ്ചയോടെ മഴ ശക്തമാകും എന്നാണ് അറിയിപ്പ്. തിങ്കളാഴ്ച 5 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ സജീവമായിരിക്കുകയാണ്. അടുത്ത ആഴ്ച അവസാനത്തോടെ കേരളത്തിലെത്താൻ സാധ്യതയാണ് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് വിശദമാക്കുന്നത്. തെക്ക് കിഴക്കൻ അറബിക്കടൽ, മാലിദ്വീപ്, കൊമോറിൻ മേഖലയിലും ആൻഡമാൻ കടൽ, ആൻഡമാൻ ദ്വീപ്, തെക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവയുടെ ചില ഭാഗങ്ങളിലും കാലവർഷം വ്യാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. എന്നാൽ കാലവർഷം എത്തുന്നതിന് മുൻപ് തന്നെ കേരളത്തിൽ മഴ കനക്കുമെന്നാണ് പ്രവചനം. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂർ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും എന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. അതുപോലെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുക. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കുക. പകൽ സമയത്തിന് അങ്ങോട്ട് മാറി താമസിക്കേണ്ടതാണ്. തദ്ദേശ സ്ഥാപന, റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർ, മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കുക. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് വാഹനയാത്ര എല്ലാവരും വളരെ കെയർഫുൾ ആയിട്ട് വണ്ടി ഓടിക്കുക. 2 വീലറായാലും 4 വീലറായാലും വളരെ സാവകാശം സമാധാനത്തോടെ വണ്ടി ഓടിക്കാൻ ശ്രദ്ധിക്കുക. മഴ പെയ്ത് കിടക്കുന്ന റോഡുകളാണ്, അമിത വേഗം വേണ്ട. അതുപോലെ കാൽനട യാത്രക്കാരും ശ്രദ്ധിച്ച് തന്നെ പോവുക. വഴിയിൽ ഇലക്ട്രിക് കമ്പികൾ വീഴുക, അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ കാറ്റിലും മഴയിലും ഉണ്ടാകും. കഴിഞ്ഞ രാത്രി നല്ല കാറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടുകൂടി ഇന്ന് ഓരോ സ്റ്റെപ്പും ഒരു അല്പം ജാഗ്രത കൂടുതലിരുന്നോട്ടെ. ഇത്തരം സന്ദർഭങ്ങളിൽ ശ്രദ്ധിക്കുക. അപകടങ്ങൾ വരാതെ സുരക്ഷിതരായിരിക്കുക. ഇത്തവണ സാധാരണയേക്കാൾ കൂടുതൽ മഴ കിട്ടുമെന്നാണ് പ്രവചനം. പസഫിക്കിലെ എൽ നിനോയുടെ അഭാവം മൺസൂണിന് അനുകൂലമാകുമെന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പറയുന്നത്. സാധാരണ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന കാലവർഷക്കാലത്ത് 87 സെന്റിമീറ്റർ മഴയാണ് രാജ്യത്ത് ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷം 7% അധികം മഴ കിട്ടി. ഇത്തവണ നല്ല തോതിൽ മഴ കിട്ടുമെന്നാണ് പ്രതീക്ഷ. മധ്യേഷ്യയിലെ മഞ്ഞുവീഴ്ചയും മൺസൂണിനെ സ്വാധീനിക്കുന്ന ഘടകമാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലെ ചില പ്രദേശങ്ങൾ, തെക്കേ ഇന്ത്യയിലെ ചില ഭാഗങ്ങൾ എന്നിവ ഒഴിച്ചാൽ മറ്റെല്ലായിടത്തും നല്ല മഴയാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്ത് ലഭിക്കുന്ന മഴയുടെ ഏകദേശം 70% തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എന്നറിയുന്ന മൺസൂൺ കാലത്താണ് ലഭിക്കുന്നത്. രാജ്യത്തെ ഭൂരിപക്ഷം കൃഷിയും മൺസൂണിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. വൈദ്യുതി ഉൽപാദനം, കുടിവെള്ള ലഭ്യത എന്നിവയും ഈ മഴയെ ആശ്രയിക്കുന്നു. അതുകൊണ്ട് മൺസൂൺ രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയുടെ അടിസ്ഥാനമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അരി ഉൽപാദക രാജ്യമാണ് ഇന്ത്യ. നെൽകൃഷിക്കാർക്ക് നല്ല വാർത്തയാണ്. സാധാരണയിലും മെച്ചമായി ഇത്തവണ മഴ കിട്ടാൻ ഇടയുണ്ട് എന്നുള്ള പ്രവചനം. എന്തായാലും നല്ല രീതിയിൽ മഴ നമുക്ക് ഒപ്പം നിൽക്കട്ടെ. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപകടങ്ങൾ വരാതെ ജാഗ്രത പാലിക്കുക, സുരക്ഷിതരായി യാത്ര ചെയ്യുക, കൂടെ ഉള്ളവരെയും കരുതലോടെ കൂട്ടുക. ന്യൂസ് ഡെസ്ക് കർമാനസ്.